മക്കളുടെ പരീക്ഷക്കാലം അടുത്ത് വരികയാണല്ലേ. എക്സാം അടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ മക്കളെക്കാൾ അധികം ടെൻഷൻ അടിക്കുന്നത് അമ്മമാരായിരിക്കും. ശരിയല്ലേ? എങ്ങനെ പഠിപ്പിക്കാം, മാർക്ക് കിട്ടുമോ, നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റുമോ, ടോപ്പർ ആവാൻ പറ്റുമോ എന്ന് തുടങ്ങുന്ന ചിന്തകൾ അവരിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഒരു കുട്ടിയുടെ വിജയം എന്ന് പറയുന്നത് പുസ്തകത്തിന്റെയോ ട്യൂഷൻ സെന്ററിന്റെയോ മാത്രം മികവ് കൊണ്ടല്ല, ആ കുട്ടിയുടെ മനസ്സിന്റെയും ഗൃഹാന്തരീക്ഷത്തിന്റെ ശാന്തതയുടെ ഫലം കൂടിയാണ്. ഇത്തരത്തിൽ എങ്ങനെ ഒരു കുട്ടിയെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നതിനുള്ള 10 സിമ്പിൾ ടിപ്സ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇറ്റ്സ് മീ ഷുഫ്ന ആൻഡ് വെൽക്കം ടു ലൈഫ് ടോണിക് ബൈ ഷുഫ്ന. അപ്പൊ നമ്മുടെ മക്കളെ ടോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് കുട്ടികളെ സമ്മർദ്ദത്തിലാക്കാതിരിക്കുക, അവർക്ക് ആത്മവിശ്വാസം നൽകുക. കുട്ടികൾക്ക് ഓവർ പ്രഷർ കൊടുക്കരുത്. പഠനം എപ്പോഴും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് അവർക്ക് തോന്നണം. നീ ഈ പരീക്ഷ പാസ്സായേ പറ്റൂ, നീ A+ വാങ്ങിച്ചേ പറ്റൂ എന്ന ഭീഷണിയുടെ സ്വരത്തിൽ അവരുടെ അടുത്ത് പറയരുത്. അവർക്ക് വാശി കൂടിയേ ചെയ്യുള്ളൂ. നിനക്ക് കഴിയും മോനെ, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്, എനിക്ക് വിശ്വാസമാണ് നിനക്ക് നേടാൻ പറ്റുന്നത് എന്ന വിശ്വാസ വാക്കാണ് നമ്മൾ കുട്ടിയുടെ അടുത്ത് പറയേണ്ടത്. അതാണ് അവർക്ക് ആവശ്യം. ഒരു ടോപ്പറിന് ശാന്തമായിട്ടുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് നമ്മൾ അമ്മമാര് വേണം അവരുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. നിന്റെ കഴിവിന്റെ പരമാവധി നീ ശ്രമിക്കുമോനെ, ബാക്കിയുള്ളത് നമുക്ക് ദൈവത്തോട് പറയാം, അമ്മ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന പോസിറ്റീവ് വാക്കുകൾ അവരുടെ മനസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കുകയും കോൺഫിഡൻസ് ലെവല് ഇൻക്രീസ് ആവുകയും ചെയ്യും. ടിപ്പ് നമ്പർ 2, പഠനത്തിനായി ഒരു സ്ഥിരമായ സമയം നിശ്ചയിക്കുക. കൺസിസ്റ്റൻസി എന്നത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാളെ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത ആളുകളായിരിക്കും. ദിവസവും ഒരേ സമയത്ത് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീളുന്ന സ്റ്റഡി ബ്ലോക്സ് നമ്മൾ മക്കൾക്ക് നിശ്ചയിച്ചു കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ ഇടവേളകൾ എടുക്കുന്നതാണ്. ഇപ്പോൾ 45 മിനിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് അവർക്ക് റെസ്റ്റ് എടുക്കാൻ കൊടുക്കണം. ഈ സമയത്ത് വെള്ളം കുടിക്കാം, അല്പം നടക്കാം, ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഫോൺ യൂസ് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ബെറ്റർ. ഈ സമയത്ത് അമ്മമാർക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വീട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ ശബ്ദം കുറക്കുക, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം TV-യുടെ സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് വെക്കുക. നമ്മൾ അവരുടെ കൂടെ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ടിപ്പ് നമ്പർ 3, ഭക്ഷണക്രമവും ഉറക്കവും കൃത്യമായിരിക്കുക. ഇത് പഠനശേഷിയുമായിട്ടും ഓർമ്മശക്തിയുമായിട്ടും നേരിട്ട് ബന്ധമുള്ള 2 കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഉറക്കിന്റെ കാര്യത്തിലും കൃത്യത ഉണ്ടായിരിക്കണം. ഭക്ഷണത്തിൽ ഇപ്പൊ നമുക്ക് പഴം, കുരുമുളക്, ചെറുനാരങ്ങ, അതുപോലെ തന്നെ തേന്, പാല് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ജങ്ക് ഫുഡ് മാക്സിമം കുറക്കുക. അതിന് പകരം ഹോം മെയ്ഡ് സ്നാക്സ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ കോൺസെൻട്രേഷൻ കുറക്കുന്ന ഒരു കാര്യമാണ്. പഠിച്ചത് ഓർത്തു വെക്കുന്നതിനും എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിലും നല്ല ഉറക്കം അത്യാവശ്യമാണ്. അതിനാൽ കുട്ടി കുറഞ്ഞത് 7 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്ന് നമ്മൾ അമ്മമാര് ഉറപ്പുവരുത്തണം. ടിപ്പ് നമ്പർ 4, പഠനമുറിയുടെ അന്തരീക്ഷം നന്നാക്കുക. എന്ന് വെച്ചാല് വൃത്തിയുള്ളതും കാം ആയിട്ടുള്ളതും മനസ്സ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലമായിരിക്കണം നമ്മൾ സ്റ്റഡി ഏരിയ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. പ്രധാന ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള ഫോണ്, TV എന്നിവയിൽ നിന്നും അകലെയായിരിക്കണം. മനസ്സ് ഫോക്കസ്ഡ് ആവുമ്പോൾ കുട്ടിയുടെ ഓർമ്മശക്തിയും വളരെയധികം മെച്ചപ്പെടും. മക്കൾക്ക് മാത്രമല്ല, ഇതുപോലൊരു ഏരിയ നമ്മൾ അമ്മമാർക്ക് വേണ്ടിയും സെറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പഠിക്കാനും ജേർണലിങ് ചെയ്യാനും എല്ലാം ഇങ്ങനെ ഒരു കോർണർ സെറ്റ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മേശപ്പുറത്ത് ആവശ്യമുള്ള ബുക്സ് മാത്രം വെക്കുക, തിങ്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങളാണ്. ടിപ്പ് നമ്പർ 5, പാഠം മനസ്സിലാക്കാൻ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക. കുട്ടികളോട് ഡൗട്ട്സ് ചോദിക്കാൻ പറയുക, ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, ഡൗട്ട്സ് നന്നായി വിശദീകരിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുക. പാഠം കാണാതെ കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സിലാക്കി പഠിക്കുന്നതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. പാഠം പഠിച്ചോ അല്ലെങ്കിൽ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അവർ യെസ് എന്നുള്ള ഒരൊറ്റ ആൻസർ മാത്രമേ പറയുള്ളൂ. എന്നാൽ അതിന് പകരം നിനക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് എന്ന് വിശദീകരിക്കാൻ കുട്ടിയോട് ആവശ്യപ്പെടുക. ടിപ്പ് നമ്പർ 6, മാർക്കിനേക്കാൾ അതിനെടുക്കുന്ന പരിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക. സ്വന്തം മക്കളെ മറ്റു കുട്ടികളായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അത് അവരെ തളർത്തുന്ന ഒരു കാര്യമാണ്. ചെറുപ്പത്തിൽ ഒരുപാട് കേൾക്കേണ്ടി വന്നതും ഇപ്പോഴും മിക്ക വീടുകളിലും നടക്കുന്നതായിട്ടുള്ളൊരു സംഭവമാണത്.
എക്സാം കഴിഞ്ഞിട്ട് പേപ്പർ കിട്ടി കഴിഞ്ഞാൽ പാരന്റ്സ് ചോദിക്കും എത്രയാ മാർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എത്രയാ, നിന്റെ ആ ഫ്രണ്ടിന് എത്രയാ, ഈ ഫ്രണ്ടിന് എത്രയാ, അയൽവാസിക്ക് എത്രയാ, അങ്ങനെ ചോദിക്കും. അവളെ പോലെ പഠിക്കണമായിരുന്നു എന്നാ അങ്ങനെയൊക്കെ മാർക്ക് കിട്ടില്ലായിരുന്നോ എന്നുള്ള കമന്റ്സ് പിന്നെ വരും. ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഇത്തരം അനുഭവത്തിലൂടെ കടന്നു പോയവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് കുട്ടികളും മനസ്സിനെ വല്ലാതെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്, കോൺഫിഡൻസ് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സോ ഒരിക്കലും ഇങ്ങനെ കമ്പയർ ചെയ്യരുത്. ഇതിന് പകരം നീ കഴിഞ്ഞ എക്സാമിനേക്കാൾ 2 മാർക്ക് കൂടുതൽ വാങ്ങിച്ചല്ലോ, ഇതാണ് യഥാർത്ഥ വിജയം, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് കുട്ടികളെ അഭിനന്ദിക്കുക. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ കുട്ടി ഫലത്തെക്കാൾ അതിനെടുത്ത ശ്രമത്തിലേക്ക് ശ്രദ്ധ തിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിക്കുന്ന കാരണം ഉന്നത വിജയം നേടാൻ നമ്മുടെ മക്കൾക്ക് പറ്റും. ടിപ്പ് നമ്പർ 7, കുട്ടിക്ക് മുൻപിൽ ഒരിക്കലും ടെൻഷൻസ് കാണിക്കരുത്. അമ്മയുടെ മനോഭാവം തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഒരു അമ്മയ്ക്ക് ഉത്സാഹവും കോൺഫിഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കും തീർച്ചയായും അതേ എനർജി കിട്ടും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സമാധാനപരമായി കാര്യങ്ങളെ കാണുക. എക്സാം ആവുമ്പോൾ മക്കൾക്ക് മുമ്പിൽ നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾ കാണിക്കരുത്. മക്കളെ പഠിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുക, നല്ല കോൺഫിഡൻസ് കാണിക്കുക. എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഇത് നേടാൻ സാധിക്കും എന്ന് ദിവസേന സംസാരത്തിനിടയിലൊക്കെ പറയാം. ഈ വാക്കുകൾ മക്കളുടെ മനസ്സിന് എനിക്ക് സാധിക്കും, എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന വിശ്വാസം വളർത്തുകയും ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് അവരെ വിജയത്തിലെത്തിക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 8, പഠന രീതികളിൽ വെറൈറ്റീസ് കൊണ്ടുവരിക. എന്ന് വെച്ചാൽ മക്കളെ വെറും ഒരു പുസ്തകപ്പുഴു മാത്രമാക്കാതെ പഠന രീതികളിൽ ഒരു വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരിക. വിഷ്വൽ ലേണിങ്സ് ഒക്കെ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ചാർട്ടുകൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ ഡ്രോയിങ്സ്, ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. ഇത് പഠനത്തെ കൂടുതൽ രസകരമാക്കി മാറ്റുകയും ചെയ്യും. മാത്രമല്ല കൂടുതൽ കാലം കുട്ടികളുടെ ഓർമ്മയിൽ നിൽക്കാനും സഹായിക്കും. സമയമുണ്ടെങ്കിൽ മക്കൾക്കൊപ്പം റിവിഷൻ ഗെയിമൊക്കെ കളിക്കാം. പഠിച്ച പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ ഇത് മക്കൾക്കൊരു ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു ഗെയിം കൂടിയാണ്. ടിപ്പ് നമ്പർ 9, ആത്മവിശ്വാസം വളർത്തുന്ന വാക്കുകൾ പറയുക. അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും. എല്ലാ ദിവസവും ഒരു അമ്മ പറയേണ്ട 3 കാര്യങ്ങളാണ്: നിനക്ക് കഴിയും മോനെ, നീ അത് നേടും, ഞാൻ നിനക്കൊപ്പമുണ്ട്, നീ എല്ലാ കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാണ് തുടങ്ങിയ വാക്കുകൾ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. ടോപ്പർ ആവുന്നത് IQ ലെവൽ കൂടുതലുള്ളത് കൊണ്ട് മാത്രമല്ല, സെൽഫ് ബിലീഫ് ഉള്ള ഏതൊരു കുട്ടിക്കും ടോപ്പർ ആവാൻ പറ്റും. ദ ലാസ്റ്റ് ടിപ്പ് നമ്പർ 10, മക്കൾക്ക് റോൾ മോഡൽ ആവുക. കുട്ടികൾ പൊതുവെ അനുകരണ സ്വഭാവമുള്ളവരാണ് അല്ലെ? അമ്മയുടെ പ്രവൃത്തികൾ അവർ അതുപോലെ തന്നെ കോപ്പി ചെയ്യും. അമ്മ വായനക്കായി സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ കുട്ടി സ്വാഭാവികമായിട്ടും പഠനത്തിൽ താല്പര്യം കാണിക്കും. ആ ഒരു സമയത്ത് കുട്ടി ഇരുന്ന് പഠിക്കും. അതുകൊണ്ട് തന്നെ പഠിക്കാനിരിക്കുമ്പോൾ കുട്ടിയുടെ കൂടെ നമ്മൾ പാരന്റ്സും ഇരിക്കുക. അവര് പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ മൊബൈല്, TV ഇവിടെ പുറകെ പോവരുത്. കുട്ടികളുടെ കൂടെ ഇരിക്കണം. അമ്മമാർ സ്നേഹത്തോടെ പ്രോത്സാഹനം നൽകുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലോകം തന്നെ കീഴടക്കാനുള്ള കരുത്ത് ലഭിക്കും. സോ മക്കളെ പുസ്തകം എടുക്ക്, പഠിക്ക് എന്ന് പറഞ്ഞ് പിറകെ കൂടുന്നതിന് പകരം അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക, സന്തോഷവും സമാധാനാന്തരീക്ഷവും ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ മക്കള് പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും ടോപ്പേഴ്സ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മിക്കവാറും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ കുട്ടികളുള്ള വീഡിയോസ് ആണ് പ്ലേ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യുന്നതല്ല, യൂട്യൂബിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ബൈ.